Hi friends, welcome to Recipes Recooked. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഡിയൻ ചക്ക കട്ട്ലറ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. ടേസ്റ്റി ആൻഡ് ക്രിസ്പി ഇഡിയൻ ചക്ക കട്ട്ലറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഡിയൻ ചക്ക കട്ട്ലറ്റ്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഡിയൻ ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇഡിയൻ ചക്ക ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1/2 കപ്പ് വെള്ളത്തിൽ 1 വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇഡിയൻ ചക്ക നന്നായിട്ട് ആറിയതിനു ശേഷം ഒരു ചോപ്പർ യൂസ് ചെയ്തിട്ട് ഫൈനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോകാതെ മിക്സി യൂസ് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതിയാകും. പിന്നെ വേണ്ടത് മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങും ഇഡിയൻ ചക്കയുടെ കൂടെ കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടാറിയതിനു ശേഷം ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന സവോളയാണ്. പിന്നെ വേണ്ടത് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുവാണ്. നിങ്ങൾക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്താലും മതിയാകും. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുരുമുളകിൻ്റെയും മുളക് പൊടിയുടെ അളവിലും മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇഡിയൻ ചക്ക കട്ട്ലറ്റ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചപ്പൊക്കെ നന്നായിട്ട് മാറി സവോളയൊക്കെ ഒരു ട്രാൻസ്ലൂസൻ്റ് ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ഒന്ന് വേഗം വഴഞ്ഞു കിട്ടാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചപ്പൊക്കെ നന്നായി മാറി സവോള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടിനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് പൊടികളുടെ പച്ചപ്പ് പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. പിന്നെ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ കട്ട്ലറ്റ് ശരിക്കും ഒരു ചിക്കൻ കട്ട്ലറ്റിൻ്റെയും മീറ്റ് കട്ട്ലറ്റിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറും ഫ്ലേവറും ആയിരിക്കും. അപ്പോൾ ഇവിടെ പൊടികളുടെ പച്ചപ്പൊക്കെ മാറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വേവിച്ച് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഡിയൻ ചക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഇഡിയൻ ചക്കയും ഉരുളക്കിഴങ്ങൊക്കെ വെന്താണ്. ജസ്റ്റ് ആ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങും ഇഡിയൻ ചക്കയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ കട്ട്ലറ്റ്സ് തയ്യാറാക്കാനായിട്ടുള്ള മസാല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട്ലറ്റ്സ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് കംഫർട്ടബിൾ ആ ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു അളവിൽ 15 മീഡിയം സൈസുള്ള കട്ട്ലറ്റ്സ് തയ്യാറാക്കാനായിട്ട് സാധിച്ചു. ഇനി ഈ കട്ട്ലറ്റ്സ് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 വൈറ്റ് ബ്രെഡിൻ്റെ ബ്രെഡ് ക്രംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഇനി ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലറ്റ്സ് എഗ് വാഷിൽ കോട്ട് ചെയ്തിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 മുട്ടയിൽ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ടയ്ക്ക് പകരമായിട്ട് കോൺഫ്ലവർ മൈദയുടെ മിക്സ് യൂസ് ചെയ്താലും മതിയാകും. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തൊരു ബാറ്ററാക്കി എടുക്കുക. കൊടപ്പൻ കട്ട്ലറ്റ് പ്യുവർ വെജിറ്റേറിയൻ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. ഈ കട്ട്ലറ്റ്സ് ഞാൻ ഒന്നുകൂടെ മുട്ടയിൽ കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട്ലറ്റ്സ് കുറച്ചും കൂടെ ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഒരു പ്രാവശ്യം മുട്ടയിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്താൽ ധാരാളം മതിയാകും. കട്ട്ലറ്റ് കോട്ട് ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ഒരു കൈ എപ്പോഴും ഡ്രൈയും ഒരു കൈ എപ്പോഴും വെറ്റുമായിട്ട് കീപ്പ് ചെയ്യുക. മുട്ട കോട്ട് ചെയ്യുന്ന കൈ കൊണ്ട് ബ്രെഡ് കോട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബ്രെഡ് കട്ട പിടിക്കാനും അപ്പോൾ നമ്മുടെ കോട്ടിങ് ശരിയായിട്ട് വരില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഒരു കൈ ഡ്രൈ ആയിട്ടും ഒരു കൈ എപ്പോഴും വെറ്റായിട്ടും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ സൈഡ്സും ചുറ്റുമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശരിക്കും പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചൂട് എണ്ണയിലേക്കല്ലേ കട്ട്ലറ്റ്സ് ഇടുന്നത്. അപ്പോൾ ഈ കോട്ടിങ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബ്രെഡ് കോട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ കട്ട്ലറ്റ്സ് ഞാനൊരു അരമണിക്കൂർ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഡീപ്പ് ഫ്രീസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കിതുപോലെ ഡീപ്പ് ഫ്രീസ് ചെയ്ത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ വറുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതുപോലെ 1.5 ആഴ്ച വരെ ഡീപ്പ് ഫ്രീസ് ചെയ്ത് കേടുകൂടാതെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ്സ് വറുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ്സ് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാകുമ്പോൾ വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒരു മീഡിയം ചൂടായാൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കട്ട്ലറ്റ്സൊക്കെ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. അങ്ങനെ ആദ്യത്തെ സെറ്റ് കട്ട്ലറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സെറ്റ് കട്ട്ലറ്റ്സും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇടിഞ്ചക്ക കട്ട്ലറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രിസ്പി ആൻഡ് ടേസ്റ്റി കട്ട്ലറ്റ്സ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. Till then, take care and thanks for watching Recipes Recooked.